Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he goes my future. And life is worth the living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, he knows my future. And life is worth the living just because he lives. Tan valleya ആകുലമില്ല നാളെയെന്നോ വിധിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയെത്ര ധന്യമേ ലോകജീവിതം. താൻ valleya ആകുലമില്ല നാളെയെന്ന് വിധിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയെത്ര ധന്യമേ ലോകജീവിതം. God sent his son, he called him Jesus. He ran for me. You are my Father, and he's living just because he lives. I can face tomorrow. Because he lives, all fear is gone. Because I know, yes I know, and life is worth living just because he lives. Because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, he knows my future. My life is worth living just because he lives. Once again, because he lives, because he lives, I can face tomorrow. Because he lives, all fear is gone. Because I know, he knows my future. Our life is worth living just because he lives. Because he lives, I can face tomorrow. Come on, church. Because he lives, oh, all fear is gone. Because I know, he knows my future. And life is worth living just because he lives. ദൈവത്തിൻ പുത്രനാം യേശുപുരാതനാം സ്നേഹിപ്പാൻ സേവിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി എന്നും ജീവിക്കുന്നവൻ എന്നെ ആരും. ദൈവത്തിൻ പുത്രനാം യേശുപുരാതനാം സ്നേഹിപ്പാൻ സേവിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി
ശതമുയർത്തി കൂടെ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ. എന്റെ അവസ്ഥകൾ മാറ്റുവാൻ, ഇന്ന് നേരുന്ന അവസ്ഥയിൽ കൂടി പോകുന്ന എന്റെ അവസ്ഥകളെ മാറ്റുവാൻ യേശു ഇതിനകത്ത് വന്നിട്ടുണ്ട്. പരിശുദ്ധന്മാവേ, അങ്ങയുടെ സാന്നിധ്യം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. For you are great. You do miracles so great. There is no one else like you. There is no one else like you. For you are great. You do miracles so great. Thank you, Holy Spirit. There is no one else like you. There is no one else like you. Hallelujah, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ, നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞ. നീ പറഞ്ഞ ദീനം മാറും, നീ പറഞ്ഞ, ഓഹോ, നീ പറഞ്ഞ ദീനം മാറും, നീ പറഞ്ഞ. യേശുവേ, നീ പറഞ്ഞ മാറാതെന്തുള്ളൂ. യേശുവേ, നീ പറഞ്ഞ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കു മതി എനിക്കത് മതിയേ. ഒരു വാക്കു മതി എനിക്കത് മതിയേ. ഓ, ഒരു വാക്കു മതി എനിക്കത് മതിയേ. ഒരു വാക്കു മതി എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ ഇരിപ്പാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ ഇരിപ്പാൻ ഞാൻ പോരാ. എന്റെ പുരയ്ക്ക്
യേശുവിനെ പോൽ വേറാരുമില്ലയോ. എനിക്ക് പകരാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ യോഗ്യൻ ഒരിക്കൽ കൂടെ എനിക്ക് പകരാനാരും ഈ ഭൂമിയിലില്ലേ. യേശുവിനെ പോൽ അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണും. അധികാരത്തിൽ നിന്നെ പോരാടും. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണും. അധികാരത്തിൽ നിന്നെ പോരാടും. ജീവിതം മാറും. ഒരു വാക്ക് നീ പറഞ്ഞാൽ ദിനവും മാറും. ഒരു വാക്ക് നീ പറഞ്ഞാൽ ജീവിതം മാറും. ഒരു വാക്ക് നീ പറഞ്ഞാൽ ദിനവും മാറും. ഒരു വാക്ക് നീ പറഞ്ഞാൽ ദിനം മാറും. നീ പറഞ്ഞാൽ ഓ നീ പറഞ്ഞാൽ ദിനം മാറും. യേശുവേ നീ പറഞ്ഞാൽ യേശുവേ നീ പറഞ്ഞാൽ ഇന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ പാട്ട് പാടിയപ്പോൾ വ്യാപരിച്ച ദൈവത്തിന്റെ സാന്നിധ്യം ഒരു അപാര സാന്നിധ്യം തന്നെയാണ്. We had experienced an amazing tangible presence of the Lord. The third song that we were singing, and we could worship in the tongues in the presence of the Lord. ഒരുപക്ഷെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കടന്നു വന്നവരുണ്ട്. I know that many of you come back from the work and just done the night shift or something, or you just didn't want to go for the work and you will come to the ഒരുപക്ഷെ worship. ഭവനത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് ഹല്ലേലൂയ ആരാധനയിൽ കടന്നു വന്നവരുണ്ട്. I know that some of you have come from a situation where you're not in a mood to worship. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ കാണുന്ന ഒരു കർത്താവ്. But there is a one God who knows your heart very well, more than anybody in this world.
നിന്റെ കൂട്ടുകാർക്കും ഹല്ലേലൂയ മാതാപിതാക്കൾക്കൊക്കെ നിന്റെ ഭാഗ്യമായ ഹല്ലേലൂയ ഏരിയയെ കാണുവാൻ കഴിയത്തുള്ളൂ. Your friends, your relatives, your family, they could only see you outward looking. ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മാത്രമേ അവർക്കും And മനസ്സിലാകത്തുള്ളൂ. they only know what you are saying to them. എന്നാൽ നീ കടന്നു പോകുന്ന ഓരോ വഴികളും വ്യക്തമായി അറിയുന്ന നമ്മുടെ കർത്താവ്, But the God who knows every single thing that you are facing, you have in your inside, He knows very clearly and openly. അവൻ ഇതെല്ലാം അറിയുന്നത് കൊണ്ടത്രേ Because He knows all these things. തന്റെ ദൂതന്മാരെ നമുക്ക് മുന്നേ വിട്ട് വഴികളിലെ കല്ലുകളെ മാറ്റിയിടുന്നത്. That's why He's sending His own mighty angels in front of us and moving all the obstacles and burdens in our കാരണം അത് journey. അറിയുന്നവനെ മുൻകൂട്ടി കാര്യങ്ങൾ നിർണ്ണയിക്കാൻ പറ്റത്തുള്ളൂ. Only the one who knows the things can do or action about it. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെ ഇന്ന് തൊട്ട് അറിയുന്നവനോട് പറയുന്നവനായിരിക്കണം. Therefore, your problems you should be start sharing with one who can understand and discern it. അത് ദൈവ സ്നേഹത്തിൽ നിറയപ്പെട്ടവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. Only those who are filled with the love of Christ can understand. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാകത്തുള്ളൂ. Only one who is standing in the spirit of the Lord can understand that. കാരണം വചനത്തിൽ ഇപ്രകാരം വ്യക്തമായി പറയുന്നു. Because it says in the word of ഓ God. ദൈവം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരുവന്റെ കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ല It എന്ന്. says that the one the God has prepared for those who love the God, no eye has seen it, no ear has heard it, no heart has എന്നാൽ conceived it. നിങ്ങൾക്കോ അവൻ എല്ലാം വെളിപ്പെടുത്തി But തന്നിരിക്കുന്നു. He will reveal everything for you. അത് ആരെ കുറിച്ചാണ് വചനം പറയുന്നത്? Who does that talk about? ആത്മാവിൽ നിറയപ്പെട്ട് നിൽക്കുന്ന ദൈവ പൈതലിനെ കുറിച്ചത്രേ. It is talking about the one who was filled in the spirit of the Lord, who can discern what's going on, and those are the one being mentioned അതുകൊണ്ട് in this. നിങ്ങളുടെ ഭാവി അറിയണമെങ്കിൽ ഇനി കൈനോട്ടക്കാരന്റെ അടുത്ത് പോകേണ്ട, ആത്മാവിൽ നിറഞ്ഞാൽ മതി അത്രേ. If you want to know your future, you don't have to go to a palmist. You go to the one who can give you the assurance about your future, and that's in ആത്മാവിൽ the word. നിറയപ്പെട്ടവരുടെ മധ്യ പോയാൽ മതി You അത്രേ. need to go to the one who is filled in the spirit of കാരണം God. അവർക്കത്ര ദൈവം സകലതും വെളിപ്പെടുത്തി കൊടുക്കുന്നത്. They are the one who is getting the revelation of everything, ഓ അവർക്കത്ര പരിഹാരം നിർദ്ദേശിക്കുവാൻ കഴിയും and അത്രേ. they are the one only could give you the remedy and the solution for the situation. അതെ അവരുടെ കാര്യത്തിൽ മാത്രമേ അതിനുള്ളൊരു മറുപടി ഉള്ളൂ അത്രേ. And they are the only one know to give you an answer for it. കാരണം അതുകൊണ്ടത്ര വചനം പറയുന്നത് ദൈവമോ തന്റെ ദാസന്മാർക്ക് വേണ്ടി വഴികളെ തുറക്കുമെന്ന്. And it says in the word of God, God Almighty will open the doors for His own children. ഹല്ലേലൂയ. Hallelujah. ഇതെനിക്ക് ഒരു കാര്യവും കൂടി വ്യക്തമായത് ഇപ്രകാരം അത്രേ. And another thing has been revealed to me. ഓ ഇയ്യോബിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. We had mentioned and heard and read about the life of Job. ഇയ്യോബിന്റെ ഭാര്യ തന്നെ തള്ളിക്കളഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നപ്പോഴും His own wife had abandoned him and complained and murmured against തന്റെ him. കൂട്ടുകാർ തന്നെ ഹല്ലേലൂയ തള്ളി പറഞ്ഞ് ഹല്ലേലൂയ തന്നെ ഹല്ലേലൂയ കളിയാക്കിയപ്പോഴും His own friends had blamed him and teased him about his situation. ഓ ഇയ്യോബ് ദൈവത്തെ വിട്ടു പോകാതിരുന്നത് എന്തുകൊണ്ട് എന്ന്. He did not leave God the Almighty. You know കാരണം why? ഹല്ലേലൂയ ഇന്ന് നമ്മൾ ആരാധിച്ചപ്പോൾ ദൈവ സാന്നിധ്യം അതിധാരാളമായി ആനന്ദ തൈലമായി പകരപ്പെട്ടുവെങ്കിൽ. Because the presence of the Lord, when that come down to the earth and to the people, it come as an overflowing joy inside us. അത് എന്നെ മുറിയപ്പെട്ട ഹൃദയവുമായി ദൈവ സന്നിധിയിൽ താഴപ്പെടുന്നവരെ തള്ളിക്കളയത്തില്ലെന്ന തിരുവചന പ്രകാരം. If you are coming in with a broken heart, God will never leave you nor forsake you. അതെ ആ ദൈവത്തിന്റെ തിരുസ്ഥാനത്തിൽ ഇയ്യോബായിരുന്നപ്പോൾ ഇയ്യോബിന്റെ ഹൃദയത്തിൽ നൽകപ്പെട്ട ആ തൈലത്തിന്റെ അഭിഷേകം. Amen. When Job was in the presence of the Lord, his heart was filled with that joy that comes from above. അതെ ഹല്ലേലൂയ ദൈവത്താൽ നൽകപ്പെടുന്ന ആനന്ദം ഹല്ലേലൂയ ലോകത്തിന് നൽകുവാൻ കഴിയുന്നതല്ലത്രേ. So we know that the joy that we are receiving from the Almighty, the joy that we receive from the anointing, cannot be given by the world. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം 7-8 പ്രകാരം പറയുന്നത്. And that is why it says in Psalms chapter 4 verse 7-8. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന്. Thou hast put gladness in my heart more than in the time that they are corn
and their wine increased. അതെ ദൈവ പൈതലേ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയല്ലത്ര നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. It's not the economical situation of this world is deciding about our future or the life. നിന്റെ ഹല്ലേലൂയ കുടുംബത്തിന്റെ ഹല്ലേലൂയ ഭരണികളിൽ ഇരിക്കുന്ന ഹല്ലേലൂയ ധാന്യ വസ്തുക്കളല്ലത്ര നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത്. It's not that the treasures, it's not that the things that you have collected in your house. ഓ നിന്റെ ഹല്ലേലൂയ ഭരണികളെല്ലാം കാലിയാണ് ഇരിക്കുന്നത് എങ്കിൽ, Even if your vessels are empty in your house. ഓ വിധവയുടെ ഭവനത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനെ നിയോഗപ്പെട്ട് ദൈവദാസനെ അയച്ചതുപോലെ, As the God send anointed man into a widow's house. ഓ നിന്റെ ആ ഭരണികളെ നിറയ്ക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു അത്രേ. God has decided to fill the vessels inside your house. അതേ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിറയപ്പെടുന്ന ദൈവ പൈതൽ, When you are coming in the presence of the Lord and being in that anointing, വചനം പറയുന്നു അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന്. and when you come into the presence of the Lord, the word is telling us that I will both lay down in peace. അതേ ഈ ലോകത്തിലുള്ള സകല ഭയങ്ങളെയും എടുത്തു മാറ്റുന്നവനത്ര നമ്മുടെ കർത്താവ്. We know that every burdens and every unpeaceful situation, God can take it away. അതുകൊണ്ടത്രേ അവിടെ ഇപ്രകാരം പറയുന്നത്, നിർഭയം വസിക്കുമാറാക്കുന്നവനത്രേ നമ്മുടെ യഹോവയാം ദൈവം എന്ന്. So he will give us he'll give us that peace that make us to dwell in safety. ഈ പകൽക്കാലം ഭയത്തോടെയും ഭാരത്തോടെയും ആയിരിക്കുന്ന ദൈവ പൈതലേ, If you are staying in unpeaceful ഈ situation or പകൽക്കാലം a fear, ദൈവത്തിന്റെ തിരുവചന വാഗ്ദത്തം നിന്നോട് ഇന്നതത്രേ. the word of the God is speaking to you like this. ഓ നിന്നെ നിർഭയത്തോടെ അവൻ വസിക്കുമാറാക്കും എന്ന്. He will put you into peace and dwell in safety. ഓ വീഞ്ഞും ധാന്യവും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിൽ അധികമായി മഹാസന്തോഷം നിന്നെ And നിറയപ്പെടുത്തുന്നവനത്രേ. he put that gladness in your heart more than the time that the corn and the wine increased. അതേ നീ ആകയാൽ വിശ്വസിക്കുന്ന നെഞ്ചത്ത് കരം ചേർത്ത് പറഞ്ഞാട്ടെ, If you really believe that, put your hand on your chest and say ഓ to yourself, എന്റെ കർത്താവോ, my God Almighty, ഓ എന്നെ നിർഭയം വസിക്കുമാറാക്കുക He തന്നെ will make ചെയ്യുമത്രേ. me to live in a safety and make me to dwell in a peaceful situation. ഇരുമുന്ന കടലിന്റെ ശബ്ദം എനിക്ക് ഭയമാകത്തില്ല. Whatever the sound that I'm hearing about the tempest, ഓ it ഒരു will never come കാറ്റും closer. എന്നെ തൊടുവാൻ അവൻ സമ്മതിക്കത്തില്ല. No weapon will come closer to me to destroy me. കാരണം എന്റെ വള്ളത്തിന്റെ ഹല്ലേലൂയ നായകൻ കർത്താവായ യേശുവായതുകൊണ്ട്. Because the leader of my life and the God of my life is Christ Jesus. ഹല്ലേലൂയ. Hallelujah. കരങ്ങളടിച്ചുള്ള കർത്താവിനെ ഇന്ന് സ്തോത്രം Can we ചെയ്താട്ടെ. give a big round of applause to the Lord Almighty? ഹല്ലേലൂയ. Hallelujah. കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവ് നമ്മളെ ശക്തമായി ഹല്ലേലൂയ കാത്തു പരിപാലിച്ചു. Past 1 week since the last time we met, God has protected us and shielded us abundantly and amazingly. തകർന്നു പോകാമായിരുന്ന പകല മേഖലകളിലും മേലും അവന്റെ കരം നമ്മളെ ഉള്ളങ്കരത്തിൽ വഹിച്ചു. Many places we could have been destroyed and moved away from this world, but He had lifted us up in His own palm. ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കും, "ഓ, തക്ക സമയത്ത് ഞാൻ കണ്ണു തുറന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു" എന്ന്. You might think that, oh, the right time I opened my eyes, that's why I could save myself. അത് നിന്റെ കണ്ണ് തുറന്നത് കൊണ്ടല്ല അത് It's not സംഭവിച്ചത്. that you open your eyes and ദൈവം നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതുന്നത് കൊണ്ടത്രേ. nothing but He is protecting you like the apple of His eye. അതേനെ ദൈവത്തിന് ഉള്ളങ്കരത്തിൽ വഹിച്ചത് കൊണ്ടത്രേ നിനക്കത് സംഭവിക്കാതിരുന്നത്. Because He's carrying you in His own palm, you are protected and shielded. ഇല്ലെങ്കിൽ പലരും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. Many people are moved from this world. പലരും ആക്സിഡന്റുകളിൽ പെട്ടു. Many people are gone through this ഹോസ്പിറ്റലിലെ accident. ബെഡുകളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. Hospital beds are still occupied. ഓ എന്നാൽ നിന്നെ അതിലെല്ലാം വിടുവിച്ച് ഇവിടെ ആക്കിയിരിക്കുന്നത് He had protected you, delivered you from all those situations and ദൈവത്തിന്റെ brought you പദ്ധതി here. നിന്നിൽ വെളിപ്പെടുത്തുവാൻ തന്നെ അത്രേ. Because He wants to show and reveal His presence in your life. അതേനെ ദൈവത്തിന്റെ പദ്ധതി നിന്നിൽ വെളിപ്പെടുത്തുവാൻ തന്നെ അത്രേ. It is for His purpose to be revealed in your life. അതുകൊണ്ട് അത്ര വചനം പറയുന്നത്, നിങ്ങളുടെ വിചാരങ്ങളോ നിരൂപണങ്ങളോ അല്ല എന്റേത് എന്ന്. And that's why the word saying that your thoughts, your understanding is not the same like mine. അത് തിന്മയ്ക്കല്ലത്രേ നന്മയ്ക്കത്രേ എന്ന്. It is not for anything bad, it is for all goodness. അതേനെ അത് നന്മയ്ക്ക് തന്നെ അത്രേ എന്ന് വചനം It പറയുന്നു. is for goodness to be happening in your life. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് കടക്കാം. For today's meditation, let us read Genesis chapter 1 verse 2. എപ്പോഴും ഒരു പുതിയ തുടക്കം നല്ലതത്രേ. It is good to have a new starting or new beginning. അതിനെ പലപ്പോഴും നമ്മൾ പറയും, അതെല്ലാം ഞാൻ പഠിച്ചതാണ് കേട്ടതാണ് എന്ന്. We might think that, oh, I've already read Genesis, I heard about the
Genesis many times. കാരണം ബൈബിൾ കിട്ടിയാൽ ഏറ്റവും ആദ്യം തുറക്കുമ്പോൾ കിട്ടുന്ന പേജ് തന്നെ അത്ര ജനസിസ്. Genesis is the first book of the Bible, and then you mostly open the Bible and that's where you normally go into. കാരണം ആദ്യമേ ലോകത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കടക്കാറുണ്ട്. When we think about the history or the beginning of the earth or the universe, സ്കൂളുകളിൽ പഠിക്കുമ്പോൾ കൊരങ്ങന്മാരിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ചാണ് മനുഷ്യർ വന്നെന്നൊക്കെ സയൻസ് പറയുമ്പോൾ, the evolution says from the science that we all come from monkeys. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു വിശ്വാസമുള്ള ദൈവം ഉടനെ വചനത്തിലേക്ക് ഒന്ന് നോക്കും. When you hear about all these evolutionary histories and everything, you being a child of God, you will turn to your attention to the word of ദൈവവചനം God. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? What does it say in the word about it? അത് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, When we go through each situation of our life, നമ്മുടെ ജീവിതം അതുപോലെയാണ് പോകേണ്ടത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട പുസ്തകം അത്ര വചനം. we need to examine ourselves correlating with the word of God and check it ourselves whether this is the right way for me to lead a life. ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ സിവി ജോബ് കിട്ടാതിരിക്കുമ്പോൾ സിവി ചെക്ക് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. When you apply for a job, you submitted the CV, you're not getting that job offer, you go back into your CV and check whether that I mentioned everything correctly in that CV. സിവി ചെക്ക് ചെയ്യുന്നത് നല്ലത് തന്നെയത്രേ. It is good to check the CV. എന്നാൽ അതിലുപരിയായി വചനം എന്ന് നിന്നിലൂടെ കാംക്ഷിക്കുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. At the same time, you need to check the word of God and check and examine that whether am I doing the right thing in my അത് life. ആവശ്യമല്ലത്രേ, അത് അത്യാവശ്യം It is തന്നെയത്രേ. very important and necessary for you to check your life against the word of God. ഉൽപ്പത്തി 2-3 വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Shall we quickly read Genesis chapter 1 verse 2-3? അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. We could see like this. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന്. The earth was without form and void, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു എന്ന്. and the darkness was upon the face of the deep. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന്. And the spirit of the God moved upon the face of the waters. അതിന് രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. And the third verse says like this. അതിൽ പറയുന്നു, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി എന്ന്. And God said, let there be light, and there was light. അതേനെ ഭൂമി പാഴായും ശൂന്യമായിരുന്നു എന്ന് പറയുന്നു. We read it just now that the earth was void and not formed. എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? What does that mean? ഇതിനകത്ത് ഒന്നുമില്ലായിരുന്നു എന്ന്. That means the earth was fully ഉപയോഗമില്ലാതെ empty. ഈ ഭൂമി ആയിരുന്നു എന്ന്. Earth was not usable, it's empty. ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരു പാഴ് വസ്തുവായിരുന്നു എന്ന്. The earth was completely unuseful. അതേനെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, If you all those who are listening me to this morning, ഒരുപക്ഷെ നീയും ചിന്തിക്കുന്ന ഇത് തന്നെ ആയിരിക്കാം. you might be thinking the same thing. ഈ ഭൂമി ഹല്ലേലൂയ പാഴായിരിക്കുന്നു, എന്റെ ജീവിതം പാഴായിരിക്കുന്നു എന്ന്. Earth was just not formed, it was void, and my life is similar like that. അതേനെ എന്നിൽ ഹല്ലേലൂയ അന്ധകാരം മാത്രമേ ഉള്ളൂ എന്ന്. You might be thinking that I'm filled with the darkness. അതേനെ ഒരു നന്മയും എന്നിൽ നിന്ന് കാണുവാൻ കഴിയുന്നില്ല എന്ന്. No goodness coming out of me. ഒത്തിരി ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒരു നന്മയും പുറത്തു വരുന്നില്ല. I am trying my best and trying, but nothing happening from my side. അതേനെ അധ്വാനിക്കുന്നുണ്ട് വളരെയധികമായിട്ട്. You're working really hard. പക്ഷെ മാസാവസാനം ഒന്നും കരത്തിൽ ഇല്ലത്രേ. You are working really hard, but nothing in your hand at the end of the എല്ലാം month. ഹല്ലേലൂയ തോർന്നു പോകുന്നു അത്രേ. You are losing things that you unexpected. നഷ്ടത്തിന്റെ ആത്മാവത്രേ ഹല്ലേലൂയ ദുഷ്ടപിശാച് എന്ന് വചനം പറയുന്നു. We know that the Satan, the devil, he is the spirit of he's a loser. അതേനെ പിശാച് കടന്നു വരുന്നത് ഹല്ലേലൂയ അറുപ്പാനും മുടിപ്പാനും എന്ന് വചനം പറയുന്നു. And we know that he is a destroyer, he coming to destroy your life. അതേ ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനനുസരിച്ച് നന്മ കാണുന്നില്ല എങ്കിൽ, As you are working hard but you are not seeing that goodness in your life, അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ലത്രേ, അവിടെ പിശാച് കയറിയിരിക്കുന്നു എന്ന് തന്നെ അത്രേ. that means that there is something else or someone else has entered in your territory to destroy yourself. ഒരുപക്ഷെ നിന്റെ അനുവാദത്തോടെ ആയിരിക്കാം, അനുവാദമില്ലാതെ It ആയിരിക്കാം. might have happened with your permission or without your permission. കാരണം നിങ്ങൾ അറിയാതെ നിന്റെ ഭവനത്തിന്റെ വാതിൽ തുറന്നിട്ടാൽ എന്ത് സംഭവിക്കും? If you without knowing you're opening your doors and leaving that open, അനുവാദമില്ലാതെയെങ്കിലും അത് തുറന്നിട്ട് കഴിഞ്ഞാൽ കള്ളൻ അതിലൂടെ ഇടിച്ചു കയറുവാൻ സാധ്യതയുണ്ടത്രേ. and we know that if you're opening the door and letting anyone to enter, it is very more likely to be a thief coming in without your permission. നിങ്ങൾ
പിന്നെ അതിന്റെ ആവശ്യം വരുമ്പോൾ ആ വസ്തു അന്വേഷിക്കുമ്പോഴായിരിക്കും പറയുന്നത് അത് വെച്ചിടത്ത് ഇല്ല എന്ന്. When you are looking for something inside the house and then you can't find it where it was placed, there you're realizing it has been stolen. അത് നഷ്ടപ്പെട്ടു എന്ന്. And you realize that it's stolen. അത് നിന്റെ കുറ്റമല്ലത്രേ. It's not your issue. അത് പിശാച് കവർന്നെടുത്തതത്രേ. It is the one who came without permission. He had taken it without ഓ permission. എന്നാൽ നീ ഒരു അല്പം കെയർഫുൾ ആയിരുന്നാൽ എന്ത് സംഭവിക്കും? But if you are being very careful, നീ ഹാലിലെ കിടക്കുന്നതിന് മുമ്പ് ഡോർ അടച്ചിട്ടാൽ എന്ത് സംഭവിക്കും? if you are going to sleep after closing the door, shutting the door, എന്നാൽ ഹാലിലെ കള്ളന് ഈസി ആയിട്ട് അകത്ത് കയറുവാൻ കഴിയത്തില്ല. can any thief come through that door easily? ഓ നീ അധ്വാനിച്ച് നിന്റെ കരുത്തിൽ തന്നെ ഇരിക്കുവാൻ സാധ്യതയുണ്ടത്രേ. And whatever you hard and earn will stay in your ഓ soul. അത് ദൈവസന്നിധിയിലും അപ്രകാരം തന്നെ അത്രേ. It is a similar theory. അതുകൊണ്ടത്രേ ഇയ്യോബിനെ നോക്കി പിശാച് പോലും ഇപ്രകാരം പറഞ്ഞത്. And that is why even Satan looked at Job and said like this. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? Where does it say? ഓ ദൈവസന്നിധിയിൽ അത്ര പിശാച് കയറി എന്ന് നീട്ടുന്നു പറയുന്നത്. He came into the presence of the Lord and Satan said like this. ഓ നീ ഇയ്യോബിനെ ചുറ്റും വേലി കെട്ടി തിരിച്ചിരിക്കുകയല്ലേ എന്ന്. You put the boundary around Job. അതേ ദൈവമേ നീ ദൈവസന്നിധിയിലായിരിക്കുന്നു എങ്കിൽ You are in the presence of the Lord. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചക്കാലം നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവ കൃപയുണ്ടോ എന്ന്. I said that there is a presence and the grace of the Lord who protected you over അത് നിനക്കൊരു പക്ഷെ മനസ്സിലാകത്തില്ലായിരിക്കാം. You cannot understand that പക്ഷെ very നിന്നെക്കാളും clearly. ഉപരിയായി മനസ്സിലാക്കുന്ന ഒരുവനുണ്ടത്രേ പിശാച്. More than what you understand about your life, Satan knows which direction you are going with your അതെ life. അതുകൊണ്ടത്രേ പിശാച് ദൈവസന്നിധിയിൽ അപ്രകാരം പറഞ്ഞത്. And that is why even with Job's life, Satan came into the presence of the Lord and talking to ഓ God. നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടത്രേ എന്ന്. He said, and he was complaining that you put a boundary around Job. ഈ പകൽക്കാലം പ്രിയ ദൈവമേ നീ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. So as you, the brothers and sisters, we need to understand നിനക്ക് certain കാണുവാൻ things. കഴിയാത്ത ചില മേഖലകൾക്ക് മേലെ, Certain areas, certain നിനക്ക് realms that you ചിന്തിക്കുവാൻ can't കഴിയാത്ത see. ചില മേഖലകൾക്ക് മേലെ, Certain realms and the areas that you cannot even think നിന്റെ about. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നതിലപ്പുറമായ മേഖലകൾക്ക് You മേലെ. cannot see certain things that happening with your bare eyes. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ As it is written in the book of ദൈവം തന്നെ Corinthians, സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് the God who prepared the things ഒരുവന്റെ that for കണ്ണു those who കണ്ടിട്ടില്ല, love Him. ഹൃദയത്തിൽ തോന്നിട്ടില്ല, ചെവി കൊണ്ട് കേൾക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന്. No eye has seen it, no ear has heard it, no heart has consumed അതേ it. ദൈവമല്ല, നിനക്ക് ചുറ്റും ദൈവം ഒരു പ്രൊട്ടക്ഷന്റെ വേല കെട്ടിയിരിക്കുന്നു, വേർതിരിച്ചറിയുക. You need to understand God's protection came as a boundary around you. You are inside the fence of a protection. ഓ ആ പ്രൊട്ടക്ഷൻ, ആ വേലിക്ക് ഉള്ളിൽ കിടക്കുവാൻ പിശാചിന് അനുവാദമില്ലത്രേ. No devil, no Satan has got authority to enter in through that presence. അതുകൊണ്ടത്രേ പിശാച് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി അനുവാദം And ചോദിക്കുന്നത്. that is why Satan is standing outside the boundary and asking God, can I enter? He's asking for permission. ഓ രണ്ടുപേരുടെ പെർമിഷൻ പിശാചിന് ആവശ്യമുണ്ടത്രേ. Two people, so two persons permission requires in this ഒന്നുകിൽ case. നിന്റെ അനുവാദം വേണമത്രേ, First thing that your permission അല്ലെങ്കിൽ requires. ദൈവത്തിന്റെ അനുവാദം വേണമത്രേ. If not, the God should permit him to ഓ get in. ദൈവമോ നീയോ അനുവദിക്കാതെ കള്ളന് നിന്റെ ഭവനത്തിൽ കയറുവാൻ കഴിയത്തില്ലത്രേ. Without your permission or God's permission, Satan cannot enter into your territory. ആകയാൽ ഈ പകൽക്കാലം നിന്റെ അടിത്തറയൊന്ന് പരിശോധിക്കുന്നത് So നല്ലതത്രേ. it is very important and it's very nice to check your foundation is right or not. അതേന്ന് നീ നിൽക്കുന്ന ഫൗണ്ടേഷൻ ഉറപ്പുള്ളതോ എന്ന് നോക്കുന്നത് നല്ലതത്രേ. It is very good to check your foundation is strong or you're standing on a right നീ foundation. നിന്റെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്ന വഴി ഹല്ലേലൂയ വിസ്താരമായതെന്ന് തെക്കേണ്ടത് ആവശ്യമത്രേ. Also, when you see a door open in front of you, you need to check and examine, is this the right way that should I go? ഹല്ലേലൂയ. Hallelujah. നമ്മൾ വായിച്ചു കേട്ടത് ഇപ്രകാരം അത്രേ. And we just read it like this here. ഭൂമി പാഴായും ശൂന്യമായിരുന്നു എന്ന്, The earth was without form and void. ആഴത്തിനു മീതെ ഇരുളുണ്ടായിരുന്നു എന്ന്, Darkness was upon the face of the deep. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു എന്ന്. And the Spirit of the God moved upon the face of the അതേ waters. ദൈവ പൈതലേ, ഹല്ലേലൂയ, രണ്ട് കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ എങ്കിൽ, If you have two things happening in your life, ഓ നീ ഏത് മേഖലകളിലൂടെ കടന്നു പോകുന്നവനായിക്കൊള്ളട്ടെ, whatever the situation you are facing ഓ right നിന്റെ now, വിദ്യാഭ്യാസ യോഗ്യത എന്ത് തന്നെയുമായിക്കൊള്ളട്ടെ, whatever may be your qualification in ഓ your life, നീ ശൂന്യം പാഴായും ഇരിക്കുന്നുവെങ്കിൽ പോലും, even if you think that I am void and I am empty, I have nothing to do, ഓ നിന്റെ ജീവിതത്തിൽ ആ പരിശുദ്ധാത്മാവുണ്ടോ എങ്കിൽ, but you have this presence of the Holy Spirit inside of you. കൽപ്പിക്കുവാൻ ദൈവ വചനം നിന്റെ നാവിൻ തുമ്പിലുണ്ടോ എങ്കിൽ, And also you have the power of the word of God at the അവിടെ tip of your tongue. അത്ഭുതവും അടയാളവും
സംഭവിച്ചേ മതിയാകത്തുള്ളൂ. Miracles and wonders should happen in those situations. അത് തന്നെ പാഴായതിന്മേൽ പരിശുദ്ധാത്മ പരിവർത്തിച്ചതുകൊണ്ട് As the Spirit of the Lord started working upon the waters. പാഴായത് ഫലപുഷ്ടിയായി തീർന്നുവെന്ന് നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ കാണുവാൻ When കഴിയുന്നു. we read down on the same chapter, we could see that it started becoming flourished. അത് തന്നെ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ As it was up the Spirit of the Lord upon the face of the waters. പ്രിയ ദേവനെ, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോടൊപ്പമാണ് നിന്റെ യാത്രയെങ്കിൽ Ask yourself, am I really walking and traveling along with the Spirit of the Lord? ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു എങ്കിൽ, If you think that I don't have that much presence of the Spirit of the Lord in my life, are you ready to welcome the Spirit in your നീ life? നിന്റെ ഹൃദയാത്മാവും കല്ലിന്റെ മന്ദിരത്തെ തുറക്കും തയ്യാറാണ് And you are getting ready to open that inner doors of your heart. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ തയ്യാറത്രേ. The Spirit of the Lord will take control of your life. അതന്നെ പാഴായി കിടക്കുന്ന ജീവിതത്തിന്റെ മേഖലകളെ പുതുക്കി പണിയുവാൻ അവൻ മതിയായവനത്രേ. And the same Spirit can form things where there is everything void. അത് പുതിയതായി പുതുക്കി പണിയുന്ന ഒരു ആത്മാവ് തന്നെയല്ലത്ര പരിശുദ്ധാത്മാവ്. The Spirit of the Lord can renovate the things in your life. അതെ ദൈവമേ, അവിടെ പാഴായിരുന്നിടത്ത് കല്ല് പുതിയതായി സൃഷ്ടിച്ചവനത്ര നമ്മുടെ കർത്താവ്. It can renovate certain areas of your life at the same പക്ഷേ time. പറയുവാൻ വചനം നിന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരിക്കണമത്രേ. At the same time, it can bring things into being where there is nothing അതുകൊണ്ടത്രേ available. വചനത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നത്. That's why you need to start using the word from the tip of your എന്റെ tongue. വചനം നിന്റെ ഉള്ളിൽ വസിക്കുന്നു എങ്കിൽ, And the book of John, it says that the word is living inside of you. അതേ അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കുവാൻ ഇടവരത്തില്ല ദൈവ പൈതലേ. If the word is living inside of you, you will never be put to shame. അതേ ഞാൻ നിന്നോട് കൂടിയിരിക്കുമെന്ന തിരുവചന പ്രകാരം, As it says that I will be with you all the time. അതേ ആ വചനം നിന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഇരിക്കുമെന്ന് തന്നെ വചനം പറയുന്നു. The word will still remain inside of you, dwell inside of you. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അത്ഭുതം നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സംഭവിച്ചേ മതിയാകത്തുള്ളൂ. So miracles should happen in your life. That is necessary. അത്ഭുതം നിന്റെ ദൈവ വാഗ്ദത്തം തന്നെയത്രേ. The miracles that we are talking here is the promise from the Lord. ശൂന്യതയെ നീക്കി മാറ്റപ്പെടുക എന്നുള്ള ദൈവ വാഗ്ദത്തം അത്രേ. It is the God's promise that to remove the nullness from your life. ഒരുവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി തുടങ്ങുന്നത് എപ്രകാരമാണ്? How does a work of the Lord start in somebody's life? ഏറ്റവും ആദ്യം ദൈവം ചെയ്യുന്ന കാര്യം അത്രേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. This is what the first thing God will do in someone's life. ഒരുവൻ ദൈവത്തെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യപ്പെടുമ്പോൾ, When someone getting ready to speak through the mouth and confess through the mouth and receiving the God in their life. അതേ ദൈവമല്ലേ ഒരുവൻ കർത്താവിനെ തന്റെ രക്ഷിതാവും ഹല്ലേലൂയ ദൈവവുമായി വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ, When someone receive the Christ Jesus as the personal savior in their life, അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം അത്രേ ഇവിടെ ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത്. what will be the changes happening in their life? And that's what we ആദ്യമേ explain. ദൈവം നിന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ കടക്കുമ്പോൾ, When Jesus come inside of your life, കാരണം അവൻ ഹല്ലേലൂയ ക്രിയേറ്റർ എന്ന വചനം വ്യക്തമായി പറയുമ്പോൾ, as we know that he is a creator, അതേ ദൈവത്താലല്ലാതെ യാതൊന്നും സൃഷ്ടിതമായിട്ടില്ലെന്ന് വചനം and പറയുന്നു. we know that nothing has been created in this universe അപ്പോൾ without him. സകലത്തിന്റെ സൃഷ്ടിത്വത്തിന്റെ ഹല്ലേലൂയ പിതാവായവൻ നമ്മുടെ ജീവിതത്തിൽ കടക്കുമ്പോൾ, And the creator himself come inside of your life. നിന്റെ ജീവിതത്തെ പാഴും ശൂന്യമായും കിടക്കുന്നതിനെ അവൻ ഹല്ലേലൂയ പുതിയതാക്കി തീർക്കുകയത്ര ചെയ്യുന്നത്. Wherever you think that there is emptiness and nullness, God will renew it and remove it and make everything new. അതേ അന്ധകാരത്തിന്റെ ഹല്ലേലൂയ മേഖലകളെ അവൻ പ്രകാശമാക്കി മാറ്റുമത്രേ. And areas of a darkness will be enlightened. നിന്റെ ഹൃദയത്തിൽ നിനക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങൾ, There are certain secrets that you only know inside of your അതിനെ heart. ആഴത്തിനുമേൽ അന്ധകാരം വ്യാപരിച്ചിരുന്നത് പോലെ, As it was the darkness was upon the face of the ആരോട് deep. പറയുവാൻ കഴിയാത്ത ചില ജീവിതത്തിന്റെ ചില മേഖലകളിലെ അന്ധകാര മേഖലകളെ, Certain darknesses in your life where you cannot share with anybody else. അതിനെ പ്രകാശമാക്കി തീർക്കുന്ന ഒരു ദൈവമത്ര നമ്മുടേത്. God will enlighten that situation of your darkness. അതേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ പരിവർത്തനം സംഭവിക്കുന്നു അത്രേ. We can see the Spirit of the Lord is moving around and making that new creations. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വേണ്ട രണ്ട് പ്രധാന കാര്യങ്ങൾ അത്രേ ഇത്. These are the two things that mainly importantly we need in our നിന്റെ life. കാര്യത്തിൽ ഒരുപക്ഷെ സാമ്പത്തിക നിലവാരമില്ലായിരിക്കാം, You might be thinking that I'm financially poor. വിദ്യാഭ്യാസ യോഗ്യത ഇല്ലായിരിക്കാം, You are not educated. ഒരുപക്ഷെ പൂർണ്ണമായും ആരോഗ്യമില്ലാത്തവനായിരിക്കാം.
health-wise you're not ഒരുപക്ഷെ very നീ ഒരു good. വികലാംഗനായിരിക്കാം. You might be disabled too. ഒരുപക്ഷെ കുടുംബ ജീവിതം തകർക്കപ്പെട്ട മേഖലയായ Your family life അവസ്ഥയായിരിക്കാം. may be destroyed and ഒരുപക്ഷെ നിന്റെ broken. കല്ലിലെ മാതാപിതാക്കൾ നിന്നെ തള്ളിക്കളഞ്ഞതായിരിക്കാം. Your parents are abandoned you as ഒരുപക്ഷെ well. നിന്റെ കുഞ്ഞുങ്ങൾ തലമുറ നിന്നെ വിട്ട് മാറിയതായിരിക്കാം. Your generations or children don't want to know ഓ you. ഇത് ഒന്നുമില്ലെങ്കിലും പ്രിയ ദൈവ പൈതലേ, But if you don't have any of this, but പരിശുദ്ധാത്മാവും ദൈവ വചനവും നിനക്ക് സന്തത സഹചാരിയാണ് എങ്കിൽ, even if you don't have any of these pleasures from the world, the word of God and the Spirit of the Lord as a companion for you in your life ഓ journey. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച് വേർതിരിക്കുക തന്നെ ചെയ്യപ്പെടുമത്രേ. You will see things are getting into creation in your life. അതുകൊണ്ട് അത്ര വചനം പറയുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വേർതിരിക്കുമത്രേ. And that's what it says in the word of God. Where there is nothing available, he will bring things into being. മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനത്രേ എന്ന്. And this word of God and as well as the Spirit of the Lord can bring dead to life. ഇത് പറയുമ്പോൾ ആത്മാവിപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. When I'm talking about this, the Spirit of the Lord ജീവിതത്തിന്റെ reminding എല്ലാ me. മേഖലകളിലും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നതത്രേ. I had everything that I wanted when there was a time. എന്നാൽ ജീവിതമാകുന്ന യാത്രയിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയി. But my life journey, there are a lot of things that I've lost. അതെന്നെ ജീവിതമാകുന്ന യാത്രയിൽ കള്ളൻ കല്ലിൽ അനുവാദമില്ലാതെ ചിലതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. Without my permission, the thief had taken so many things from my ഓ life. എന്നാൽ വചനം പറയുന്നു നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന പരിശുദ്ധാത്മാവെന്ന്. But the word is giving assurance that whatever you lost, it will be restored by the presence of അതെന്നെ the Lord. മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ആത്മാവത്തെ പരിശുദ്ധാത്മാവ് എന്ന്. And we know the Spirit of the Lord can bring life, death to life. അതെ ദൈവമേ, അതുകൊണ്ട് വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. Therefore I will remind you this ഓ again. അന്ധകാരത്തിന്റെ അവസ്ഥയായിരിക്കാം ഒരുപക്ഷെ ജീവിതത്തിൽ. You might be going through a situation of ഒരുപക്ഷെ darkness. പാഴായ ജീവിതമായിരിക്കാം. You might be thinking that my life is void. പലരും നിന്നെ കുറിച്ച് പറയുന്നത് പാഴായ ഒരു ജീവിതത്തിന് ഉടമയെന്നായിരിക്കാം. Many people are talking about your life is that it's all ഓ destroyed. 32 40 45 വയസ്സായി. 40 to 45 or 50 years ഓ old. ഇതുവരെ ഒരു ഉപകാരവും ഇല്ലെന്നായിരിക്കാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. People may be saying that you are a useless person. അതെന്നെ ഇതുവരെ ഒരു ഗുണം പോലും ഉണ്ടായില്ലെന്ന് പറയുന്നുണ്ടായിരിക്കാം. For the other people, you are a useless person, nothing been. അതെന്നെ നീ യൂസ്ലെസ് തന്നെയെന്ന്. Yes, you are a useless person. അതുകൊണ്ടത്ര ദൈവത്തെ നീ ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കപ്പെട്ടത്. And that is why you chose to worship the living God. അതെന്നെ അതുകൊണ്ട് തന്നെ അത്ര അവൻ ഭോഷത്വമായി തിരഞ്ഞെടുത്തത്. And that is why we have chosen to worship for the world. നിന്നെ പുച്ഛിക്കുന്നവരോട് നിനക്ക് പറയുവാൻ ഒരു വാക്കിന്ന് വേണം. All those who are blaming you, all those who are teasing you about the word ഓ of God, നിനക്ക് പറയുവാൻ ഒരു വാക്ക് ഞാൻ പറഞ്ഞു തരാം ഈ പകൽക്കാലം. you should have this word in your mouth. അതെന്നെ ഞാൻ ഭോഷനായതുകൊണ്ട് തന്നെ അത്ര ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. Because I'm a stupid, I'm useless, God chosen me to be in his presence. അതെന്നെ എന്ന ദൈവം എന്നെ ഭോഷത്വമായി കണ്ടതുകൊണ്ട് ഇന്ന് ഞാൻ ഇന്നും ജീവിക്കുന്നു. Because he had seen the weaknesses of mine, the uselessness of mine. That is where he put all goodness into it and made me to live on this earth. കാരണം എൻ്റെ കർത്താവിനോട് പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്. God said to me like this. ഓ എൻ്റെ കൃപ നിനക്ക് മതിയെന്ന്. He said that my grace is sufficient for you. എനിക്ക് വേറൊന്നും വേണ്ടെന്നേ. I do not want anything ഓ else. അവന്റെ കൃപയുണ്ടെങ്കിൽ ഞാൻ ജീവിക്കുക തന്നെ ചെയ്യും. If I have his grace, I will live a life. അതെന്നെ ലോകം എന്നെ പാഴെന്ന് പറഞ്ഞോട്ടെ. God, the world may say that I am useless. അതെന്നെ ലോകം കാണുന്ന പാഴും ശൂന്യമായിട്ടും ആയിരിക്കാമെന്നേ. God, the world is seeing everything useless in me and nothing is ഓ എന്നാൽ important. അവന്റെ കൃപ നിന്റെ കൂടെ ഉണ്ടായെങ്കിൽ. But his grace is with you. അതെന്നെ അവന്റെ കൃപ മതിയെന്ന് ഈ His പകൽക്കാലം. grace is sufficient for us. ഓ അവന്റെ കൃപയുണ്ടെങ്കിൽ ഇല്ലാത്തതുള്ളതുപോലെ വേർതിരിക്കപ്പെടുമെന്നേ. Even if you don't have anything, you are useless. But his grace is upon you. You will become good and valuable. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Praise എത്ര God. പേർ വിശ്വസിക്കുന്നു ഈ പകൽക്കാലം? How many of us are really believing ഓ that? അവന്റെ കൃപയുണ്ടെങ്കിൽ പാഴായത് ശൂന്യമായി കിടക്കുന്നതിനെ പണിയപ്പെടുമെന്ന്. With his grace, we can build things back into place. ഹല്ലേലൂയ. Hallelujah. അതിന്റെ അടുത്ത വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കണ്ടു. We just seen it in the next verse like this. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. He had said, the God said, let there be light, and there was light. അതെന്നെ വെളിച്ചം ഇല്ലാത്തടത്ത് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ അവിടെ വെളിച്ചം ഉണ്ടായി. Where there was no light, he commanded and the light came into ഈ being. പകൽക്കാലം ഞാൻ വീണ്ടും ഒരിക്കലൂടി ഓർമ്മിപ്പിക്കട്ടെ. So I'll remind you one more thing. പണം വേണ്ട. Money is not ഓ important. ജീവിതത്തിൽ കുടുംബങ്ങളില്ല.
Family is not there. എല്ലാവരും ഇതിൽ തള്ളപ്പെട്ടു. You have been abandoned by ഓ people. ലോകത്തിന് മുന്നേ നീ ഒരു വലിയ വട്ടപൂജ്യമായിരിക്കാം. For the world, you are a big zero. ഓ എന്നാൽ ആ വട്ടപൂജ്യത്തിനുള്ളിൽ Into that the big zero. ഓ നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവ പൈതലാണ് എങ്കിൽ, If you have been led by the Spirit of the Lord, കൽപ്പിക്കാൻ ദൈവവചനം നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എങ്കിൽ, and the word of God is dwelling inside of you to command it ഓ all, ആ ശൂന്യതയെ മാറ്റി പ്രകാശമാക്കി തീർക്കുന്ന നമ്മുടെ കർത്താവ്. God will remove the emptiness from your life and bring light into it. ഹല്ലേലൂയ. ഇത് Hallelujah. സംഭവിക്കുക തന്നെ ചെയ്യാം. It will be happening in our life. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. And that's what we've seen. അവിടെ കണ്ടു നമ്മൾ ഇപ്രകാരം, And that's what we heard. ശൂന്യതയ്ക്ക് മേതെ Unto the darkness and the voidness, ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. God commanded over. And അവിടെ said, വെളിച്ചമുണ്ടായി. let there be light, and the light came into ഓ being. ഇന്ന് പകൽക്കാലമാണോ നിങ്ങൾ ഇവിടെ കടന്നു വന്നത്? This morning you all came to this place. നിങ്ങൾ ഇന്ന് തപ്പിത്തടഞ്ഞാണോ വന്നത്, അതോ വെട്ടം കണ്ടോണ്ടാണോ ഇവിടെ വന്നത്? Were you looking for the light and you were not able to walk, or you're not a blind person? You came. വീട്ടിൽ നിന്ന് ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ടോർച്ച് തെളിച്ചോണ്ടാണോ വന്നതെന്നാണ് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. I asked you, have you had your torch in your hand when you're coming out of the house? കണ്ണ് തുറന്നു തന്നെയല്ലേ വന്നത്? You open your eyes and walk to this അപ്പൊ place. നിങ്ങൾ കണ്ണ് കാണാമായിരുന്നു, നടക്കാനുള്ള വഴിയൊക്കെ തെളിഞ്ഞു വന്നില്ലേ? You could see it and you were not able to walk. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിലെ അതൊരു യാഥാർത്ഥ്യം തന്നെയത്രേ. If that is the case, what we are talking here അത് is a തന്നെയത്ര fact. സത്യവും. And that's what the truth. ദൈവം അന്ധകാരത്തിന് മേൽ വെളിച്ചം ഉണ്ടാകട്ടെ കൽപ്പിച്ചപ്പോൾ വെളിച്ചം ഉണ്ടാവുക തന്നെ ചെയ്തു. When God spoke over the darkness, the light came into being. അതുകൊണ്ടത്ര ഇന്ന് നിങ്ങൾ വെളിച്ചത്തിൽ നടന്നത്. And that's why we could came into this place in the ഇതൊരു light. യാഥാർത്ഥ്യമായി നിങ്ങൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, So if you are really experiencing the light that God created in this ഇന്ന് world. രാവിലെ 11 മണിക്കാണ് നമ്മുടെ ആരാധനയ്ക്ക് നമ്മൾ കടന്നു വന്നത്. 11 o'clock we came for the ഇന്ന് worship. 11 മണിക്ക് വന്നപ്പോൾ പുറത്ത് ഇരുട്ടായിരുന്നെങ്കിൽ സോറി, ഞാൻ പറഞ്ഞ തെറ്റെന്ന് ഞാൻ പറയും. When you came for the worship 11 o'clock, if it was darkness outside, I would say that this is not right. ഇന്ന് 11 മണിക്ക് വന്നപ്പോൾ ടോർച്ച് തെളിച്ച് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും, നിനക്ക് പ്രാർത്ഥിക്കേണ്ട അത്യാവശ്യം ഇന്നുണ്ട്. If at the 11 o'clock you came to this place with a torch in your hand, then I would say that we need to pray for you. കാരണം നീ അന്ധകാരത്തിനുള്ളിലാണ് ഇപ്പോഴും കിടക്കുന്നത്. Because you are still inside the darkness. ദൈവം നിനക്ക് ചെയ്തു തന്നെന്ന് നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ട്, You haven't realized what God had done for you. ദൈവം നിനക്ക് yet. 2 കണ്ണ് കാഴ്ച തന്നിട്ട് നീ കണ്ണടച്ച നടക്കുന്നതെങ്കിൽ, God had given you eyesight, but still you're keeping your eyes closed and walking. ഓ ഒറ്റ മാർഗമേ ഉള്ളൂ. There's only one way for ഓ it. ഒരു അന്ധനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ, When the blind was brought into the presence of the Lord, ഓ യേശു എന്താ ചെയ്ത്? അവന്റെ മുഖത്തൊന്ന് തുപ്പി, അവന്റെ കണ്ണിലൊന്ന് തുപ്പി. what did Jesus say? He spat on his eyes. ഓ അപ്പോഴോ എന്താ സംഭവിച്ചത്? Was anything happened? ഓ അവൻ അസ്വസ്ഥതയായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that the blind might have got annoyed. ഓ പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, അവന്റെ കണ്ണ് തുറക്കപ്പെടുക തന്നെ ചെയ്തു. And after some time you could see that even after that the blindness moved ഇന്ന് away from ടോർച്ച് him. കൊണ്ടുവന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോരെ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. If anyone has come with the torch and you still can't see the light outside, you can come forward, we'll pray. ഞാൻ നിന്റെ മുഖത്ത് തുപ്പുമ്പോഴെങ്കിലും നിന്റെ കണ്ണ് തുറക്കപ്പെടും. When I spit on your face, you will be opening your eyes. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുമ്പോൾ എനിക്ക് നിന്റെ കണ്ണ് തുറക്കപ്പെടും. At least when somebody does something wrong against you, you will open your eyes. ഓ കള്ളൻ അറപ്പാനും മുടിപ്പാനും കടന്നു വരുന്നവരെ കാത്തു നിൽക്കരുത്. Do not wait upon that evil or the devil or the spirit of the darkness come into your life without your permission. കാരണം വചനം ജീവനുള്ളത് എന്ന് സത്യം പറയുന്നു. Because we know the word has got the life in it. അതേ വചനം ജീവനുള്ളവയാകിയാൽ, Because the word has got the life in ഓ it, അത് അത്ഭുതം സംഭവിക്കാൻ തന്നെ ചെയ്യാം. miracle will be happening. അതേ അന്ധകാരത്തിലെ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി എങ്കിൽ, When the darkness was upon the face of the earth, he spoke to that let there be light, and the light came into being. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം വെളിച്ചം ഉണ്ടാവുക തന്നെ ചെയ്യാം. If that's the case, the light will come upon നിന്റെ us. ശൂന്യത മാറുക തന്നെ ചെയ്യാം. Your darkness will move away. ഓ ലോകം പാഴെന്ന് പറഞ്ഞിരുന്ന ഫലപുഷ്ടി ഉണ്ടാവുക തന്നെ ചെയ്യാം. Wherever the world said that you're useless, but you will become useful for the Christ Jesus. ഓ അത് ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് മോശമായി പോകത്തില്ല ദൈവ പൈതലേ. When he says that let there be something happening, it never go around. അത് നല്ലത് തന്നെയായി തീരും. It will become good. അതത്ര 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. And that's what we could see in 4th verse. വെളിച്ചമുണ്ടായി. ഇന്നും പലതും ദൈവം നൽകുമ്പോൾ ആൾക്കാർ ഓ ഇത് ശരിയാണോ, ഇത് മതിയോ, നല്ലതോ എന്ന് പറയുകയാണ്. The light came into the world, the universe. Similarly, the many people, when they get the new things and the good things happening from God, asking
themselves that is it right? Is this the right way to receive it? Or am I going the right അതിന്റെ way? 4-ാം വാക്യത്തിൽ എന്താ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. Can we read the 4th verse now? അവിടെ പറയാ വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന്. God saw the light that it was good. അപ്പോഴെന്താ സംഭവിച്ചു? വെളിച്ചം നല്ലതെന്നറിഞ്ഞപ്പോൾ അന്ധകാരത്തെയും വെളിച്ചത്തെയും ദൈവം രണ്ടായി വേർപെടുത്തുന്നു. So when he saw that is good, God divided the light from the darkness. അന്ധകാരം ഉണ്ടാകാൻ ദൈവം പറഞ്ഞായിരുന്നോ? Did God say to the darkness to be? അതിന്റെ തുടക്കത്തിൽ എങ്ങനെയെങ്കിലും പറയുന്നുണ്ടോ അന്ധകാരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? Have you ever read that, God said that let there be darkness? അന്ധകാരം അവിടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. Darkness came automatically in there. ശ്രദ്ധിക്കണം. You need to be very careful. ആഴത്തിനുമേൽ അന്ധകാരം ഉണ്ടായിരുന്നു എന്ന് തന്നെയത്രേ അവിടെ പറയുന്നത്. We read it that darkness was on the face of the deep. അന്ധകാരം ആരും ഉണ്ടാക്കിയതല്ല. Darkness was not created. എന്നാൽ ഉണ്ടാകാതെ അവിടെ ഉണ്ടായിരുന്ന അന്ധകാരത്തെ മാറ്റുവാൻ The something that was there already without anyone's permission or without anyone's commanding. മാറ്റുവാൻ ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ എന്ന്. And to remove that, God said that let there be light. വെളിച്ചം ഉണ്ടായപ്പോൾ ദൈവം ആദ്യം ചെയ്തത് എന്താണ്? When the light came into this universe, what did God do first? വെളിച്ചവും അന്ധകാരവും തമ്മിൽ ദൈവം ഒരു ഡിവൈഡർ വെച്ചു. God kept a divider between the light and the darkness. പ്രിയ ദൈവത്തിലെ ഒരു കാര്യം ഞാൻ പറയട്ടെ. Dear brothers and sisters, I will remind you this. ദൈവം നിന്നെ ഇതിനുള്ളിൽ നിന്ന് വരുത്തിയിട്ടുണ്ട് എങ്കിൽ, If God had brought you into this place, ദൈവത്തിനൊരു പദ്ധതി അതിനു മേലുണ്ട്. He has got a purpose in it. ദൈവം നിന്റെ ജീവിതത്തിൽ കുടുംബജീവിതം നൽകിയിട്ടുണ്ട് എങ്കിൽ, If God had given you a family life, അതിനുമേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. God has a purpose on it. ദൈവം നിന്റെ മേൽ തലമുറയെ നൽകിയിട്ടുണ്ട് എങ്കിൽ, God has gifted you with the generations. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. Again, He's got a plan and ദൈവം purpose. നിന്നെ ഒരു ജോലി സ്ഥാപനത്തിൽ ആക്കിയിട്ടുണ്ട് എങ്കിൽ, If God has appointed you to work in certain place, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. again He's got a plan and ഒരു സഭയിൽ purpose. നിന്നെ ആക്കിയിട്ടുണ്ട് എങ്കിൽ, If God has placed you in a congregation, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. He's got a plan and purpose എന്നാൽ ഈ behind that. പദ്ധതിക്ക് മേലെ കടന്നു വരുന്ന അന്ധകാരത്തെ നീ സെപ്പറേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുമുണ്ട് അത്രേ. But where there's a purpose existing, the darkness slowly coming into there, it's your duty to separate the darkness and the കാരണം light. ദൈവം നൽകിയത് ഉണ്ടാക്കിയത് സകലതും നല്ലത് എന്ന് ദൈവം കണ്ടു 4-ാം വാക്യത്തിൽ God പറയുന്നു. created the light and He'd seen everything that He had created was good. അതേന്ന് ദൈവത്താൽ കൂട്ടിച്ചേർക്കപ്പെട്ട യാതൊന്നും പാടല്ല എന്ന് തന്നെ വചനം വ്യക്തമായി So you need to പറയുന്നു. understand that anything that was created by God, anything that God brought into your life or connected to your life is not good. എന്നാൽ ദൈവത്താൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ, When God is bringing something in your life and ദൈവം connecting you, എന്തെങ്കിലും വഴികളെ നിനക്ക് വേണ്ടി തുറക്കുമ്പോൾ, when God opens a new door for you ഓ as well, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമ്പോൾ, when He does some miracles in your life, ഓ ദൈവത്താൽ ലഭിക്കാത്തതിനെ നീ സെപ്പറേറ്റ് ചെയ്യുക തന്നെ വേണം അത്രേ. you need to separate something that's not from God. ഹല്ലേലൂയ. Hallelujah. അത് ചെയ്യുവാൻ നീ തയ്യാറാണ് എങ്കിൽ, If you are ready to do that in your life, ദൈവം നിന്റെ ജീവിതത്തിൽ തുടർന്നും അത്ഭുതങ്ങളെ ചെയ്യും. you will see wonders and miracles continuing in your life moving forward. അത് രണ്ടാക്കിയാൽ മാത്രമേ ദൈവത്തിന് പുതിയതൊന്നും നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ So when you പറ്റൂ. take out the darkness away from you, then only God can do something ഞാൻ miraculously. ഈ പറയുന്ന ഭാഗങ്ങൾ ഞാൻ പദ്ധതിയിട്ടതല്ല. The things that I'm sharing right now, I wasn't prepared for that. കാരണം ദൈവം വെളിച്ചം ഉണ്ടാക്കി എന്നുള്ള വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. I was expecting to speak the verse that is talking about the God's creation of എന്നാൽ light. ദൈവം അതിനെ രണ്ടാക്കിയതിന്റെ ഒരു വസ്തുത ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. Now God is revealing something that to be separating the darkness and the light നമുക്ക് importance of it. നൽകിയതിൽ നമ്മൾ വിശ്വസ്തനാണ് എങ്കിൽ, If you are being faithful in what God has gifted you, ഓ എന്നാൽ അധികത്തിന് നിന്നെ വിചാരകനാക്കുന്ന ഒരു കർത്താവ് അത്രേ He will നമ്മുടേത്. make you the master of many. അതുകൊണ്ടത്രേ നമുക്ക് ഇവിടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നത്. And that's why we read it in the following verse. വീണ്ടും ഞാൻ ഒരിക്കലൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒന്നുകൂടി ആവർത്തിക്കാൻ പോവുകയാണ്. One more time I'm reminding you this for you to understand this clearly.
ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. The earth was void and free. എന്നാൽ ആഴത്തിനുമേൽ അതായത് താഴ്ചകൾക്കും മേലെ അന്ധകാരം വ്യാപരിച്ചിരുന്നു എന്ന്. The darkness was on the face of the deep. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനുമേൽ പരിവർത്തിച്ചിരുന്നു എന്ന്. The spirit of the Lord was working over the waters. എന്നിട്ട് പറയണേ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. And then it says that the God commanded over this and said that let there be light. വെളിച്ചം ഉണ്ടാകപ്പെട്ടു. The light came into this earth. അപ്പോഴെന്താണ് സംഭവിച്ചത്? Then what happened? ദൈവം ആ വെളിച്ചം നല്ലത് എന്ന് കണ്ടു. God seen that the light is good. വെളിച്ചം നല്ലത് എന്ന് കണ്ടിട്ട് വെളിച്ചത്തെയും ഇരുട്ടിനെയും രണ്ടാക്കി വെട്ടിമാറ്റി. When he saw that the thing that he has created is good, then he separated the darkness from the light. ഇതിൽ നിന്ന് ഒരു വസ്തുത മനസ്സിലാക്കണം. One fact that we need to understand from this. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ആത്മീക ഭൗതിക മണ്ഡലങ്ങളിൽ ഒട്ടും ഇഷ്ടമില്ലാത്തത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുളാണ്. God does not like darkness at all in every areas of our life, like financially, spiritually, any areas that you're thinking. He doesn't like darkness to be existing in that. ശൂന്യത നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നേ ഇല്ലത്രേ. God does not want an emptiness in your life. ശൂന്യതയെ ദൈവത്തിന് അറപ്പാ. God does not like the nullness and the emptiness in our life. ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇരുട്ട് എന്ന് പറയുന്നത്. He does not like darkness at all. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷത്തെ കെടുത്തുന്ന സമാധാനത്തെ കെടുത്തുന്ന ഏതെങ്കിലും ഒരു മേഖല നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പറ്റി പിടിക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിനെ എടുത്തു മാറ്റുക തന്നെ ചെയ്യുന്ന ഒരു ആത്മാവത്ര ദൈവത്തിന്. Hallelujah. If there's anything and anybody or anything from this world is coming closer to us that's destroying your happiness and the joy and the gladness of your heart, God will definitely separate that from you. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ഏറ്റവും ആദ്യമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുവാൻ ശ്രമിക്കുന്നത് അത്രേ ശൂന്യതയും അന്ധകാരവും. So first thing that God does not want to exist in our life is nullness or emptiness or the darkness. ഇന്നൊരു പക്ഷേ നിങ്ങൾ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. You might be come to church and to pray that about your financial struggle. ഒരു പക്ഷേ കുടുംബ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. You might be praying for your family. ഒരു പക്ഷേ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. Or you might be praying for your ഒരു പക്ഷേ generation. വിസയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. Or you might be praying for your visa ഇല്ലെങ്കിൽ പുതിയ extensions. ജോലിക്കായിരിക്കാം. You're praying for your new job. എല്ലാം തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. God is a good God. He is able to fill you with all your needs at the right time. എന്നാൽ ആദ്യമേ നമ്മൾ അന്ധകാരത്തെയും വെളിച്ചത്തെയും സെപ്പറേറ്റ് ചെയ്യേണ്ടത് തന്നെയത്രേ. But before you receive that goodness coming into your life, you need to examine yourself, separate the darkness and the light in your life. ജീവിതത്തിൽ അതായത് വ്യക്തമായി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു അടുക്കും ചുട്ടയും ഉണ്ടാകുമ്പോഴത്രേ ദൈവം തുടർന്നും അത്ഭുതങ്ങളെ വഴിതെളിക്കുന്നത്. So it is very important for us to bring our life into an order and discipline. And that's where you see the miracles and wonders and many more to come in your life. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്രകാരം. Many people talk like this. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അത്ഭുതത്തിന്റെ മാലപ്പടക്കമായിരുന്നു എന്ന്. When I came into the belief, I've been getting the miracles as a firecrackers. പക്ഷേ ഇപ്പോഴൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും ഒന്നും നടക്കുന്നില്ല പാസ്റ്ററെ. But now I'm praying but nothing is happening. ഭയങ്കര പോരാട്ടമാണെന്നേ. There are a lot of obstacles in my life. അതിനെ പിശാച് ഭയങ്കര പോരാട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. The devil is bringing a lot of obstacles. എന്റെ കുടുംബക്കാരോ പറയണ്ട, അവരാണെങ്കിൽ എനിക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാ. My own people, my relatives are working against me completely. അവര് പൂജയും വഴിപാടുമായിട്ട് നടക്കുവോ ഞാൻ നശിക്കാൻ വേണ്ടി. They are doing a lot of sacraments and prayers against my belief. അവരെല്ലാം അസൂയമൂത്ത കൂട്ടമാണെന്നേ. And then we say that our own the relatives are in jealousy. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് വിടുതൽ സംഭവിക്കുന്നില്ല. So I'm not receiving my deliverance even if I pray continuously കാരണം hours ഞാൻ together. ഒറ്റയ്ക്ക് വിശ്വാസത്തിലുള്ളന്നേ. Because I'm the only one in the faith. വേറെ ആരും എന്റെ കൂടെ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ടില്ല. And no one has come into the faith with me. അവരെല്ലാം ഇപ്പോഴും പഴയ വള്ളത്തിൽ നിൽക്കുന്നോണ്ട് അവര് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. And they are still
in the same old boat and they are praying in their own way against me. ഇതെല്ലാം വെറും ഭോഷത്വ ദൈവ പൈതലേ. I will say it's all stupidity. കാരണം എന്തെന്നറിയാമോ? Do you know why? നിന്റെ ചുറ്റും 1000 10,000 വീണൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ലെന്ന് വചനം Because I പറയുന്നു. know that 1,000 and 10,000 may fall on your both sides, but nothing shall prosper against you. ഹല്ലേലൂയ. Hallelujah. നീ ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കാം. You might be alone. അവർ 1000 10,000 ഉണ്ടായിരിക്കാം. There might be thousands and 10,000s. പക്ഷെ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് Amen. Hallelujah. No weapon will prosper against you. ഇല്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. Nothing, no negatives, no darkness will come closer to ഓ, you. പ്രാർത്ഥനത്തിന് ഉത്തരം കിട്ടുന്നില്ലേ? You are not receiving your prayer straight away. ഓ, ഉപവാസം എടുത്തിട്ട് ഫലമില്ലേ? And you're fasting and you're not receiving the. ഉപവാസം എടുത്തപ്പോൾ ദൈവശബ്ദം കേൾക്കാൻ നീ ഇരുന്നോ ഇല്ലയോ? You have been in a fasting, but did you submit and spend time to receive the message back from God? ഇടത് ചെവിക്കോട്ട് കേട്ടിട്ട് വലത് വിട്ട് പുറത്ത് കളയുവാണോ ചെയ്തത്? അത് ഉള്ളിലേക്ക് ഇറങ്ങിയോ? Did you hear? You heard the voice of the Lord. It came through left ears, but it did not go out through the right ears. അത് പുറത്ത് പോയതാണ് എങ്കിൽ ഗുണമില്ല. If you haven't consumed it, received it correctly, there's no point doing that. കാരണം വിത്ത് വിതയ്ക്കുമ്പോൾ നല്ല Nelathu. നിലത്ത് വീണാലേ അത് നല്ല ഫലം കായ്ക്കത്തുള്ളൂ. Amen. Hallelujah. When you are sowing the seed, it has to fall onto the right and good land. ഹല്ലേലൂയ. Hallelujah. നല്ല ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. So we need to pray with a good heart. നല്ല ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. When you're praying, you should pray in good heart. ഹല്ലേലൂയ. Hallelujah. അതിന് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയട്ടെ. One more example I would like to share here. എന്നിട്ട് നമുക്ക് തിരിച്ചിതിലേക്ക് മടങ്ങി വരാം. Then we'll come back to this again. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 41 10 വാക്യം. Isaiah chapter 41 verse 10 says like this. നീ ഭയപ്പെടണ്ട, Fear thou not, ഞാൻ നിന്നോട് കൂടെയുണ്ട്. for I am with you. ഭ്രമിച്ചു നോക്കണ്ട, Be not dismayed, ഞാൻ നിന്റെ ദൈവം ആകുന്നു. for I am thy God. ഞാൻ നിന്നെ ശക്തീകരിക്കും, I will strengthen thee. ഞാൻ നിന്നെ സഹായിക്കും. I will help with thee. അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണമേ. Next verse, clearly hear it. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. I will uphold thee with the right hand of my righteousness. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് ഒറ്റ കരവേ ഉള്ളൂ. Amen. God has got only one രണ്ട് hand. കൈയില്ലെന്നല്ല ഞാൻ പറയുന്നത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് നീതിയുടെ മാർഗമാണ്. Amen. If God wants to do something in your life, there's only one way for him to do anything for you. It's the way of righteousness. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കേൾക്കുന്ന വേറെ മീഡിയയിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവർ പറയും ദൈവം വേലാകനാന്ന് ഞാൻ പ്രസംഗിച്ചെന്ന് പറയും. വേണമെങ്കിൽ If anybody listening me through the media, they might say that I am preaching about a God who is a disabled God. ഞാനൊരു ഡിസേബിൾ ഗോഡിനെ അല്ല ഞാൻ സംസാരിക്കുന്നത്. I am not talking about a disabled God. പൂർണ്ണതയുടെ കുറിച്ചത്രേ. I am talking about the God who is sitting in the completion of everything. ഭയത്തിലൂടെ നടക്കുമ്പോൾ ഭയപ്പെടണ്ട എന്ന് നെഞ്ചോട് ചേർക്കുന്ന ഒരുവൻ. When you are in a fear, he will call you closer to you and hold you towards him and say that fear though not. നമ്മളിവിടെ ഞാൻ പറഞ്ഞു നീതിയുള്ള കരത്താൽ ദൈവം നമ്മളെ താങ്ങുമെന്ന്. So we said just now that he will uphold you. He will uphold you with his right hand of righteousness. പലരും ഇരുന്ന് പ്രാർത്ഥിക്കുവോ വർഷങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. Many people are praying for years together for certain answers, പക്ഷെ ഇതുവരെ അതിന് ഉത്തരം ലഭിച്ചിട്ടില്ല. but they haven't received that yet. ഉൽപ്പത്തി നമ്മൾ കണ്ടു ദൈവം വെളിച്ചവും ഇരുട്ടും രണ്ടാക്കി മാറ്റിയെന്ന്. We've seen that in Genesis he separated the darkness ഈ and the light. വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരാൻ പോവുക ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട്. One moment later we'll come back to this verse. വെളിച്ചം അന്ധകാരത്തെയും വെളിച്ചത്തെയും അന്ധകാരത്തെയും ദൈവം രണ്ടാക്കി മാറ്റി. He separated, divided the light and the darkness. എന്നിട്ട് ദൈവം എന്താ ചെയ്ത? അതിന് ഒരു പേര് വിട്ടു, വെളിച്ചമെന്നും ഇരുട്ട് എന്നും. And then he named them as light and darkness. ഹല്ലേലൂയ. Hallelujah. രണ്ടാക്കി മാറ്റി കഴിഞ്ഞാൽ
വേണ്ടാത്തതിനെ വേണ്ടാത്തടത്തും വേണ്ടതിനെ വേണ്ടിടത്തും വെച്ചാൽ നിങ്ങൾ അതിന് രണ്ടിനും രണ്ട് പേരിട്ട് അങ്ങോട്ട് വേർതിരിച്ചോണം. If you ever try to separate or divide something in your life, if you're keeping the unnecessary, unwanted things in your life, keep that name for that and keep it away. And the good things in your life that you need to follow in Christ, keep them in a right place and name them accordingly. ഞാൻ ചിന്തിച്ചു, എന്തിനാ ദൈവം ഇതിന് രണ്ടിനെ മാറ്റിയപ്പോൾ പിന്നെ എന്തിനാ രണ്ട് പേരിട്ടിരിക്കുന്നത്? I thought about it. Why did God name them after dividing? ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിവിടെ നിൽക്കുക. We both are standing together here. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേരില്ലായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുന്നത്? If they didn't have separate names, what would be the outcome? എന്നോട് പറയേണ്ടത് ഇദ്ദേഹത്തിന് പോയി, ഇദ്ദേഹത്തിനോട് പറയേണ്ടത് എന്നോടും വരും ചിലപ്പോൾ. If they did not have two different names, then anything anybody talk to them, the things that is supposed to go to Elijah brother will go to pastor. Pastor is supposed to go to Elijah brother. നമ്മൾ ഒരു റെസ്റ്റോറന്റിൽ പോയി ഒരു ലസ്സി ഓർഡർ ചെയ്യും. ലസ്സി കുടിച്ചവർ എത്ര പേരുണ്ട് ഈ കൂടെ? How many of us have drunk the lassi yet? ഓക്കെ, ലസ്സി രണ്ട് തരത്തിലുള്ളതുണ്ട്. There are two types of lassis. ഒന്ന് സോൾട്ടഡും ഉണ്ട്, ഒന്ന് സ്വീറ്റും ഉണ്ട്. There are salt lassi and sweet lassi. ഓക്കെ, ഈ സോൾട്ടും രണ്ട് പേരില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് പേരില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? If we don't have two names, സോൾട്ടിന് വേണ്ടത് സ്വീറ്റായി പോകും, സ്വീറ്റിനുള്ള സോൾട്ടായി പോകും, ഇല്ലെങ്കിൽ രണ്ടും കൂടെ അവിയൽ പരുവമായി പോകും. it will mix up, salt and sweet mix up, and then it won't give the right outcome. ഹല്ലേലൂയ. Hallelujah. ഇതുകൊണ്ടാണ് ദൈവം ആദ്യമേ ഇതെല്ലാം മുന്നേ കണ്ടത്. And that is why God seen everything in the beginning. അതാ ഞാൻ ആദ്യമേ തുടക്കത്തിൽ ദൈവം നമ്മുടെ ഭാവി അറിയുന്നവനാണ്. And that's what I mentioned in the beginning. God knows your future. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് ഭാവി അറിയുന്നവൻ എന്താ പറയണത് നമ്മൾ കേൾക്കണം. So you need to listen to the one who know about your future. അതുകൊണ്ട് ദൈവം ഇതിന് രണ്ട് പേരിട്ട് മാറ്റി, വേണ്ടതിനെ മാത്രം നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. So he had given two names for the things and only accept what you need. റെസ്റ്റോറന്റിൽ പോയി ലസ്സി ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും പറയാറുണ്ടോ എനിക്ക് സോൾട്ട് വേണ്ടാട്ടോ സ്വീറ്റ് മാത്രം മതി എന്ന് പറയുമോ? ഇല്ലല്ലോ. If you order anything in the restaurant for the lassi, you don't say I don't want salt, just the sweet. നിങ്ങൾക്ക് വേണ്ടത് സ്വീറ്റ് ആണെങ്കിൽ സ്വീറ്റ് വേണമെന്നേ നിങ്ങൾ പറയത്തുള്ളൂ. If you need what you need, and then you will say and specifically mention that. അവരോട് സോൾട്ട് വേണ്ട നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. You don't need to then again say that I don't want salt. അതുകൊണ്ട് നമ്മൾ വേണ്ടാത്തതിനെ പേരിട്ട് മാറ്റി അങ്ങോട്ട് So നിർത്തിക്കോണം. what you don't need in your life, separate them, give them a different name and അതിനെ separate. നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. So you don't need to accept that at all. ഹല്ലേലൂയ. Hallelujah. അപ്പൊ ഈ രണ്ട് പേരിട്ടിട്ട് ദൈവം ഇതിനെ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? When God given two names for these two things. വേണ്ടാത്തതിനെ മാറ്റി നിർത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കാണണം. So you need to understand one more thing here. What you don't need in your life is separated that. ഡിവൈഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അടുത്ത പരിപാടി അങ്ങോട്ട് തുടങ്ങി അവിടെ. When the division came into there, God started another thing. അവിടെ ദൈവം വിധാനത്തെ ഉണ്ടാക്കി, വെളിച്ചം അതിനുശേഷം പക്ഷി മൃഗാദികളെ ഉണ്ടാക്കി, ഈ ലോകത്ത് ഇന്ന് കാണുന്ന സകല ചരാചരങ്ങളെയും നമുക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കി. When the darkness been separated in the light, God started creating the whole universe with animals, flowers, plants and everything that we require to live on this earth. ഹല്ലേലൂയ. Hallelujah. വേണ്ടാത്തതിനെ വേണ്ടാത്തതുപോലെ വഴി മാറ്റുവാൻ തയ്യാറാണെങ്കിൽ ദൈവം പുതിയ വഴി Amen. If you are ready to separate what you don't require in your life, what is standing as an obstacle in your life moving forward, then God will fill in with things that you require to live abundantly on this earth. ഹല്ലേലൂയ. Hallelujah. നമുക്ക് തിരിച്ചാ ഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വരാം. Can we come back to this area again? നമ്മൾ എന്തായിരുന്നു അവിടെ വായിച്ചു കേട്ടത്? ദൈവം തന്റെ നീതിയുള്ള കരം. And then we heard it that he will uphold you by his hand of righteousness. ഞാൻ ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ ഒരു വസ്തുതയുണ്ട്. Why am I connecting these ദൈവം two? വെളിച്ചവും ഇരുട്ടും വേർതിരിച്ചു. There is a fact behind this, and that's അതുപോലെ why നീതിയും അനീതിയും നമ്മൾ വേർതിരിക്കേണ്ട ആവശ്യമുണ്ട്. when God separated light and righteous darkness, കാരണം ഇവിടെ പറയുക നീതിയുള്ള വലം കൈ കൊണ്ട്
നമ്മളെ താങ്ങും. So it is our duty to separate righteousness and non-righteousness in our life. So because we know that He will only be holding അപ്പൊ you by ദൈവം righteousness. നീതിയുള്ള കൈ കൊണ്ട് നിന്നെ താങ്ങുമെന്ന് പറയുന്നുവെങ്കിൽ നമ്മൾ നീതിയുള്ളതിനെ നമ്മൾ ദൈവത്തിന്റെ കരുത്തിൽ കൊടുക്കാൻ So തയ്യാറാണ്. if He is holding you the right hand of His righteousness, we should be able to bring righteous things back into His life. ഇതിന് ഓർമ്മിക്കുക, നീതി ഇല്ലാത്തൊരു കരം ദൈവത്തിന് ഇല്ല. There is no other way for God other than righteousness. ദൈവം നിന്നെ താങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് താങ്ങണ ഒറ്റ ഭാഗമുള്ള നീതിയുള്ള കരം മാത്രമേ ദൈവത്തിനുള്ളൂ. If you really want anything coming from God, you should be righteous in His presence. അപ്പൊ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു നീതി ഉണ്ടായിരിക്കണം. So when you are praying, you should have righteousness in that. അതിനൊരു നീതിയുള്ള പ്രാർത്ഥനയാണ് എന്റേത് നിന്റേതുമെങ്കിൽ ദൈവം താങ്ങുക തന്നെ ചെയ്യും. If you are praying in a righteousness, God will definitely answer your prayers. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. മറ്റുള്ളവനൊരു 4 ബെഡ്റൂമുള്ള വീട് വാങ്ങിച്ചു, അതുകൊണ്ട് ദൈവമേ അതുപോലെ ആ വീട് എനിക്ക് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അത് നീതിയായിട്ട് കണക്കാക്കത്തില്ല. So you saying that your friend is buying a 4-bedroom house and you saying that God, he got it and I want it, you may not be righteous in His presence. കാരണം നീ മറ്റുള്ളവന്റെ വസ്തു ആഗ്രഹിക്കുന്നത്. But because you are expecting your friends, നിന്റെ പ്രാർത്ഥനയിൽ മറ്റുള്ളവനെതിരായിട്ട് എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ എങ്കിൽ ദൈവം അതിന് ആൻസർ തരത്തില്ല. if your prayers have got something or anything against to another person, God won't be able to answer your prayers in righteousness. ദൈവത്തിന് തരണം ആഗ്രഹമുണ്ട്, പക്ഷെ ദൈവത്തിന് തരാൻ പറ്റുന്നില്ല. He wants to give you, but He is not able to കാരണം give you. നിങ്ങൾ മക്കളായതുകൊണ്ട് ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമെന്ന്. Because we are children of God, His own children, He wants to give anything that we പക്ഷെ ask. ദൈവത്തിന് നീതിയുള്ള ഒരു കരമുള്ളൂ, അതുകൊണ്ട് മറ്റൊരു മാർഗമില്ല ദൈവത്തിന്. But He cannot do it if you're asking something unrighteousness, that because He's a righteous God. അപ്പോഴും നമ്മൾ നീതിയുള്ളതേ ചോദിക്കാവുള്ളൂ. So if you are asking something, you should ask something in righteousness. ഹല്ലേലൂയ. Hallelujah. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ വർഷങ്ങളുടെ പ്രാർത്ഥന മിനിറ്റിന്റെ പ്രാർത്ഥനയുടെ ഫലമായി മാറുകയാണ്. So in coming days, you've been praying for years and years together something, but God is going to give you an answer in momentary. ഹല്ലേലൂയ. Hallelujah. ദൈവം പണിയുന്ന ദൈവമാണ്. God is a God who can build you. അതെ, അവൻ പണിയുന്ന ദൈവമാണ്. He is a God who can build you and restore അതുകൊണ്ട് you. റോമർക്ക് ലേഖനം 8:28 പറയുന്നത്, And that's what it says in അവിടെ പറയുന്നത് Romans എല്ലാം 8:28. നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന്. Amen, amen. It says that, and we know that all things work together for good to them that love God. ഇന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായെന്ന് വിശ്വസിക്കുന്നു. So anything that's happening in your life, God will allow you to go through that for something good, great to be happen. കാരണം ഇന്നത്തെ നിന്ദ നാളത്തെ നന്മയ്ക്കായി മാറും. Today's your humiliation will become as an honor tomorrow. കാരണം അവൻ നന്മയുടെ കരത്താൽ നിന്നെ വിടുവിക്കും. And because He will deliver you by His goodness. അപ്പം നമ്മൾ ആദ്യമേ കേട്ടത് ഇപ്രകാരമാണ്. We heard it in the beginning like this. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവും കൽപ്പിപ്പാൻ വചനവും നിന്റെ വശമുണ്ട് എങ്കിൽ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. I remind you again, if you have the Spirit of the Lord dwelling inside of you and the Word of God at the tip of your tongue, you will see miracles and wonders happening. ശൂന്യത മാറി അവിടെ നന്മ വ്യാപിക്കുക. Darkness will move away, but you'll see light coming into your life. പുതിയ ഫലങ്ങൾ അതിൽ പുറപ്പെടുവിക്കുക. You'll see new fruits coming into it. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തി 3:6 നമുക്ക് മനോഹരമായ ഒരു വസ്തുത കാണുവാൻ കഴിയും. And then we can see in book of Acts chapter 3 verse 6. സുന്ദരം എന്ന ദേവാലയത്തിലേക്ക് അപ്പോസ്തലന്മാർ കടന്നു പോകുമ്പോൾ, When the apostles were going to the church called അവിടെ നമ്മൾ Beautiful, ഇപ്രകാരം വായിച്ചു, ജന്മന മുടന്തനായ ഒരുവൻ ഒരു മുടന്തനായ ഒരു ഫിഷക്കാരൻ ഇവരെ നോക്കി എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ചു. a born cripple was sitting at the entrance of the church, looking at these apostles that he would get something from them. ഇത് ഞാൻ അത്ഭുതത്തെ കുറിച്ച് പറയുവാൻ മാത്രമല്ല ഞാൻ പറയുന്നത്. I'm not talking only about a miracle here. അവിടെ പറയാണ് ജന്മന മുടന്തനായ ഒരുവൻ. A born crippled person was sitting there. അത് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞതിനെ കണക്ട് ചെയ്യുവാൻ വേണ്ടിയാണ്, ഞാൻ കുറച്ചുകൂടി മനസ്സിലാകുവാൻ വേണ്ടിയാണ് ഞാൻ അത് പറയുന്നത്. One more thing that I'm adding into it. കാരണം ആദ്യം നമ്മൾ കണ്ട ഉൽപ്പത്തിൽ
പാഴും ശൂന്യവുമായിരുന്നതിനു മേലെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചതുകൊണ്ട് അവിടെ ദൈവം സംസാരിച്ചു. ദൈവവചനം അവിടെ ഹല്ലേലൂയ പുതിയ സൃഷ്ടിക്കപ്പെടുകയത്ര ചെയ്തത്. We heard it in the Genesis that there were everything was void and God created everything into that emptiness. അപ്പോസ്തലനായ പൗലോസും പത്രോസും യോഹന്നാനും പത്രോസും കടന്നു പോകുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഒരു ഫിഷക്കാരൻ, When the apostles are walking by, this beggar is asking something will be coming from them. എന്നാൽ അവർ എന്താണ് അവിടെ പറഞ്ഞത്? But what did they say? ഞങ്ങളുടെ കരവശം പൊന്നും വെള്ളിയും ഇല്ല. We have no silver or gold in us. എന്നാൽ ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളത്. Amen. Hallelujah. But we are giving you what we have inside of us. എഴുന്നേറ്റ് നടപ്പ എന്ന് പറഞ്ഞു. And they commanded to him to stand and walk. ഹല്ലേലൂയ. Amen. ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ നിർത്തുകയാണ്. I'm going to say one more thing and we'll wind up. ജന്മനാ മുടന്തനായവൻ. He was born cripple. By birth he was crippled. നിങ്ങൾ ഇതുവരെ കാണാത്ത നന്മ, You haven't seen the goodness in your life yet. ഇതുവരെ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന തലത്തിലപ്പുറമായ നന്മ, The goodness that you never thought about. ഇതുവരെ നിങ്ങൾക്ക് ഹല്ലേലൂയ കേൾക്കുവാൻ കഴിയാത്ത ഒരു മേഖല, There's something that you couldn't even heard in your life yet. എന്നാൽ അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ But God is able to change that. പരിശുദ്ധാത്മാവിനും വചനത്തിനും കഴിയുമത്രേ. Anything that you haven't heard or you haven't seen or you thought about it, but the Spirit of the Lord can change it and the Word of God can do miracles. അതുകൊണ്ടത്രേ വചനം വ്യക്തമായി പറയുന്നത്. And that is why the Word tells us this. മനുഷ്യനാൽ സകലതും അസാധ്യം, Things are impossible by human, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യം. but everything is possible with God. അത് ദൈവപദവിയിലെ നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണത്. Amen. Things that are beyond our thoughts. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമായതാണ്. Things that we never ever thought about it. ഇനി ഓക്സ്ഫോർഡ് അല്ല മറ്റേതൊരു യൂണിവേഴ്സിറ്റിക്കാരും അതിന് പുതിയ ഒരു വ്യാകരണമോ എന്തെങ്കിലും ഒരു പരിവർത്തനം അതിന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കി അതും നടക്കത്തില്ല. Even if came at Oxford or greatest people ഒരു are ഡിക്ഷണറിയിലും അതിനൊരു അർത്ഥം നിനക്ക് കണ്ടുപിടിക്കാൻ you കഴിയില്ല. cannot find the meaning in any other dictionary that God അതിന് has set for അർത്ഥം you. കിട്ടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ഈ തിരുവചനം നീ പഠിക്കണം. Anything that is pending in your life, anything that you're waiting upon, if you want to really receive the answer and the meaning of that, you should go to the Word of God and look for it and examine it. അതിൽ വിശ്വസിക്കണം. You need to start believing in Word of അത് God ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. and start practicing that in your life. അതത്രേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And that's what is happening in the അതത്രേ life. അപ്പോസ്തല പ്രവൃത്തിയിൽ സംഭവിച്ചത്. And that is what we see in the book of അതത്രേ ഇന്ന് Acts. സഭകളിൽ സംഭവിക്കുന്നത്. And that is what is continuing അത് in the എന്റെ churches. ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഈ പകൽക്കാലം? How many of us really want to experience this in our own life? അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ ഹല്ലേലൂയ യോഹന്നാനും പത്രോസും പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കണം. If you really want to experience this in your life, you need to hear very carefully what Peter and John said. അവർ ലോകത്തിലുള്ള പണത്തെയോ അധികാരത്തെയോ പവറിനെയോ അല്ല ആശ്രയിച്ചത്. They did not rely upon any powers or any rulers or anything from this world. അവർ തന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനാൽ ആശ്രയിക്കപ്പെട്ടു. They did not rely upon anything from the world, but they relied upon the Holy Spirit that was dwelling inside of അവർ them. ആ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചിട്ട് അവർ ദൈവവചനം അവിടെ പ്രവചിക്കുകയുണ്ടായി. They relied upon the word of the Holy Spirit and then started speaking the word of God through their mouth. എന്നിൽ ഉള്ളവനാൽ എഴുന്നേറ്റ് നടപ്പ എന്ന്. And they said, by the power that is existing in us, rise up and walk. ഇവിടെയും രണ്ട് കാര്യം ശ്രദ്ധിക്കപ്പെടുന്നു. And again, two things we are checking അവനിൽ here. ഉണ്ടായിരുന്ന ആ പരിശുദ്ധാത്മാവ്
The Spirit of the Lord was dwelling inside അവർ of them. കൽപ്പിക്കുവാനുണ്ടായ എഴുന്നേറ്റ് നടപ്പ എന്ന് പറയുന്ന ദൈവവചനം. And the commanding power that come through the word of God. ഈ രണ്ടും അവിടെ ഒരുമിക്കപ്പെട്ടപ്പോൾ When those two things have come ഓ together, ജന്മന മുടന്തനായവൻ എഴുന്നേറ്റ് നടന്നുവെന്ന് നമ്മൾ കാണുന്നു. we can see the born cripple started walking in front of them. അതുകൊണ്ട് വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയട്ടെ ദൈവ പൈതലേ, So therefore we need to have that ഓ confidence. നിന്റെ ജീവിതത്തിന്റെ മേഖല ഏത് തരത്തിലാണ് ഇന്നായിരിക്കുന്നത് എങ്കിലും Whatever may be the situation, or probably you're ഓ thinking about it, പരിശുദ്ധാത്മാവിനും തിരുവചനത്താലും ആശ്രയിക്കപ്പെടുന്നുവെങ്കിൽ but you are relying upon the Spirit of the Lord and the voice of ഓ the Lord. നിന്റെ ജീവിതം ഒരു സാധാരണ ജീവിതമായിരിക്കത്തില്ല, അത്ര അസാധാരണമായി തീരുമത്രേ. Your life will be changed to extraordinary from ordinary. വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. If you're really believing, stand upon your feet. Let ഓ us pray എന്നിട്ട് together. ഉറപ്പിച്ചെന്ന് പറഞ്ഞാട്ടെ. And you speak to yourself this ഓ morning. പരിശുദ്ധാത്മാവിനെ ദൈവവചനത്താലും ഉറപ്പിക്കാത്തതായി ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ലേ ഇല്ല എന്ന്. I do not want anything that is not coming from the God and the righteousness. അത് എന്നെ ഹല്ലേലൂയ വചനം അയച്ച് അവൻ സൗഖ്യമാക്കിയെങ്കിൽ, If they send the word of God and deliver ഓ them, അവൻ വചനം അയച്ച് സകലതിനെയും സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ, if he sent the word and created ഓ everything in ഈ this world. പകൽക്കാലം ഒരു അധികാരത്തിന്റെ കൈമാറ്റം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത്രേ. This morning and this day, there is a transaction of commanding capacity and the ഓ power. വാ തുറന്ന് കൽപ്പിച്ചാട്ടെ. You need to start speaking over your അതിൽ situation. യെഹെസ്കേൽ പ്രവാചകൻ കൽപ്പിച്ചതുപോലെ കൽപ്പിച്ചാട്ടെ. And we all start speaking like a prophet Ezekiel done. ഓ പല ഭിന്ന ഭിന്നമായി കിടക്കുന്ന അസ്ഥിപഞ്ജരങ്ങളെ നോക്കി കൽപ്പിച്ചാട്ടെ. Every situation and the situations that you see, think that there's no remedy, no solution for this, start speaking over ഓ it. നിന്റെ ജീവിതത്തിന് മുന്നിൽ കൂട്ടമായി കിടക്കുന്ന അന്ധകാരത്തിന്റെ ആഴത്തിനെ നോക്കി കൽപ്പിച്ചാട്ടെ. Talk to the deepest, the darkness of the deepest level. Speak to that over by the word of God. ഓ രോഗത്തിന്റെ മേഖലകളെ നോക്കി കൽപ്പിച്ചാട്ടെ. Talk to the diseases and the situations of illness in your life. കുടുംബ ജീവിതത്തിന്റെ വിടവുകളെ നോക്കി കൽപ്പിച്ചാട്ടെ. The problems that's happening in the family life. Speak it over. തലമുറകൾക്ക് മേലുള്ള ഹല്ലേലൂയ നോക്കി കൽപ്പിച്ചാട്ടെ. Start commanding over your generations and your family. സാമ്പത്തിക മേഖലകളെ നോക്കി കൽപ്പിച്ചാട്ടെ. Start speaking over your financial ഓ situation. നിന്റെ സഭയെ നോക്കി കൽപ്പിച്ചാട്ടെ. Talk to your church. ഓ Speak over ഈ your പകൽക്കാലം church. ഒരു ഹല്ലേലൂയ പുനരുദ്ധാരണത്തിന്റെ ആത്മാവിന്റെ പരിവർത്തനം സംഭവിക്കട്ടെ. Lord, we command the power of resurrection coming upon each and every individual. ഓ ജന്മനാവുള്ള ചില ഹല്ലേലൂയ ഹല്ലേലൂയ ചില കുറവുകൾ നീങ്ങിപ്പോവട്ടെ. Any disabilities, the weaknesses that is by birth been dwelling inside of us. ഓ മരിച്ച അവസ്ഥയ്ക്ക് രൂപാന്തരം വരട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ. Let there be life in the deadly situation. ഓ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വേർതിരിക്കപ്പെടുമാറാകട്ടെ. Where there is nothing, let there be coming everything into being. ഓ ദൈവം പദ്ധതിയിട്ടത് തന്റെ ജീവിതത്തിൽ സംഭവിക്കപ്പെടുമാറാകട്ടെ. Whatever the God's plan in my life, let that be happening by the word of God. In the name of Jesus. 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 We In the name of Jesus we pray. Amen. 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 Just clap your hands and give the glory to the Lord. command.